നമസ്കാരം. ഉറക്കത്തെ നമ്മൾ സാധാരണ എങ്ങനെയാ കാണാറ്? വെറുമൊരു വിശ്രമം അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് ഉറക്കത്തെ മറ്റൊരു രീതിയിലൊന്ന് കണ്ടാലോ? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റീചാർജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സായിട്ട്. ഇതൊരു മാതിരിപ്പെട്ട് എല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? നന്നായിട്ട് ഒരു 8 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴെന്താ ഒരു ഉഷാറില്ലായ്മ, ഒരു തുള്ളി എനർജി ഇല്ലാത്ത പോലെ. സത്യം പറഞ്ഞ നമ്മുടെ സിസ്റ്റം ചാർജ് ആവുന്നതിന് പകരം എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആവുന്നത് പോലെയാണ്. എന്തുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? നോക്കൂ, ഇതില് രണ്ട് സാധ്യതകളാണുള്ളത്. ഒരു വശത്ത് ശരിയല്ലാത്ത അസ്വസ്ഥമായ ഉറക്കം നമ്മുടെ സിസ്റ്റമിനെ ആകെ തകരാറിലാക്കും. മറുവശത്ത് നല്ല ഗാഢമായ ഉറക്കം നമ്മളെ ഫുൾ റീചാർജ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് സൂപ്പറായിട്ട് തയ്യാറാക്കും. ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഉറക്കം നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. നമ്മുടെ സന്തോഷവും സമാധാനവുമെല്ലാം നിലനിർത്തുന്ന ആ ഫീൽ ഗുഡ് സിസ്റ്റമില്ലേ, അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്യാനുള്ള സമയമാണത്. അപ്പോൾ എന്താണ് ഈ റീചാർജിനെ ശരിക്കും തടസ്സപ്പെടുത്തുന്നത്? നമുക്ക് നമ്മുടെ എല്ലാം കയ്യിലുള്ള ഫോണിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ഈ പ്രശ്നത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഫോണില് കുറേ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോയില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യവും. പഴയ സംഭാഷണങ്ങൾ, തീരാത്ത വിഷമങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ടെൻഷനുകൾ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ മെന്റൽ എനർജി മുഴുവൻ ഇത് ഊറ്റിക്കുടിക്കും. ഇനി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഈ മെന്റൽ ആപ്പുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്താലോ? എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രെയിനിന് ഒരു തടസ്സവുമില്ലാതെ ഫാസ്റ്റ് ചാർജിംഗ് മോഡിലേക്ക് പോകാൻ പറ്റും. അതായത് നല്ല ഡീപ്പായിട്ടുള്ള സുഖകരമായ ഉറക്കം കിട്ടും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, റാം ക്ലിയർ ചെയ്താൽ സിസ്റ്റം നല്ല സ്പീഡാവും. അതുപോലെ തന്നെയാണിതും. ഒരു നല്ല ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ റാം ക്ലിയർ ചെയ്യുന്നത് പോലെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകളെയൊക്കെ ഒഴിവാക്കി പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് പ്രവർത്തിക്കാൻ തലച്ചോറിനെ ഇത് സഹായിക്കും. നമ്മളിപ്പോ ഈ സംസാരിച്ച ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ, സത്യം പറഞ്ഞാല് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഋഷിമാർ മനസ്സിലാക്കിയൊരു വലിയ സത്യമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, എത്ര മനോഹരമായ വാക്കുകളാണിത്. ഉറക്കം വെറുമൊരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് എല്ലാ ദിവസവും നമ്മൾ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാനും പുതുക്കാനുമുള്ള ഒരു ആത്മീയമായ അവസരമാണ്, ഒരു തരം പുനർജന്മം. മനസ്സിൽ ദേഷ്യവും പകയും വിഷമവുമൊക്കെ വെച്ചുകൊണ്ടുറങ്ങാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും രോഗശാന്തി നൽകേണ്ട അമൃതിനെ വിഷമാക്കി മാറ്റുകയാണ്. നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ വിഷലിപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, പുരാതന കാലത്തെ ജ്ഞാനവും ഇന്നത്തെ ടെക്നോളജിയും നമ്മളോട് പറയുന്നത് ഒരേ കാര്യമാ. മനസ്സിലെ ഭാരങ്ങളുമായി ഉറങ്ങാൻ പോകുന്നത് കേടായ ഒരു ചാർജർ വെച്ച് ഫോൺ കുത്തിയിടുന്നത് പോലെയാണ്. ഒരു കാര്യവുമില്ല, ചാർജ് കേറുകയുമില്ല. ശരി, ഇത്രയൊക്കെ പറഞ്ഞു. ഇതിനൊരു പരിഹാരം വേണ്ടേ? വളരെ ലളിതമാണ്, എന്നാൽ അത്രത്തോളം തന്നെ പവർഫുള്ളുമാണ് വഴി. ആർക്കും ഇന്ന് രാത്രി തന്നെ പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണ്. അപ്പോ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടൂ, ശാന്തമായി ഒരിടത്ത് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും ടെൻഷനുകളെയും ഉണങ്ങി വീണ കുറേ ഇലകളായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പെട്ടെന്നൊരു കാറ്റു വന്നിട്ട് ആ ഇലകളെയെല്ലാം ഇങ്ങനെ പറത്തിക്കൊണ്ടു പോവുകയാണ്. എല്ലാ ഭാരവും ഇറക്കിവെച്ച് പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക. അതെ, വെറും 5 മിനിറ്റ് മതി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഒരു നല്ല ഉറക്കത്തിലേക്ക് പോകാനും. ഈ 5 മിനിറ്റ് ധാരാളമാണ്. ഇത് പരീക്ഷിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ ഒരു തടസ്സവുമില്ല, അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബെഡ്റൂമെന്ന് പറയുന്നത് ചിന്തകളോട് ഗുസ്തി പിടിക്കാനുള്ള ഒരു യുദ്ധകളമല്ല. അത് സമാധാനത്തിന്റെയും റീചാർജിങ്ങിന്റെയും ഒരു പുണ്യസ്ഥലമാണ്. ഈ ഒരു ചിന്താഗതി കൊണ്ടുവന്നാൽ തന്നെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിലെ അത്ഭുതകരമായ മാറ്റം വരും. ശരി, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി നോക്കാം. എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഉറക്കം എന്നു പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ ഒന്ന് റീചാർജ് ചെയ്യലാണ്. രണ്ടാമത്, ടെൻഷൻ അടിച്ചുറങ്ങാൻ പോയാൽ നമ്മുടെ സിസ്റ്റത്തിൽ കറപ്റ്റ് ഫയലുകളുണ്ടാവും, സിസ്റ്റം ഹാങ് ആവും. പിന്നെ ആ ഋഷിവചനം, ഉറക്കമൊരു പുണ്യകർമ്മമാണ്, അതിനെ അങ്ങനെ തന്നെ കാണണം. ഏറ്റവും പ്രധാനമായി, ഉറങ്ങുന്നതിനു മുമ്പ് ആ 5 മിനിറ്റ് എല്ലാം ഒന്ന് സമർപ്പിക്കാം. ഒന്ന് ഓർത്തോളൂ, നിങ്ങളുടെ ഉറക്കം എത്രത്തോളം ആഴത്തിലുള്ളതാണോ അത്രത്തോളം നിങ്ങളുടെ ഫീൽ ഗുഡ് സിസ്റ്റം പവർഫുള്ളും ഹെൽത്തിയുമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കൂ,
നിങ്ങളുടെ മനസ്സിലെ ഏതൊക്കെ ഉണങ്ങിയ ഇലകളെയാണ്, ഏതൊക്കെ ഭാരങ്ങളെയാണ് നിങ്ങൾ ആ ദിവ്യമായ കാറ്റിന് സമർപ്പിക്കാൻ പോകുന്നത്?